ദീപക്, ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയധികം ദിവസമായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് എന്നിട്ടും ഇപ്പോഴാണോ പരാതി ഉന്നയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബി.ജെ.പി ക്യാമ്പിനെ സംബന്ധിച്ച ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടിയുള്ള മറുപടിയാണുള്ളത്. പ്രത്യേകിച്ച് എൻ സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള വിഭാഗീയതയുടെ ഭാഗമായി ഉയർന്നു വന്ന കാര്യം എന്നുള്ള നിലയ്ക്കാണ് ബി.ജെ.പി ഇതിനെ കാണുകയും ചെയ്തത്. മലമ്പുഴയിൽ നിന്നുള്ള വോട്ടർമാരെ പാലക്കാട് മണ്ഡലത്തിലേക്ക് ചേർത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് CPM-ന്റെ അത്രമേൽ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇടമാണ്. അവിടെ അങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് CPM-ലെ തന്നെ എതിർവിഭാഗം നടത്തിയ നീക്കം എന്നുള്ള നിലയിലാണ് ബി.ജെ.പി കാണുകയും ചെയ്തത്. നേരത്തെ C. കൃഷ്ണകുമാറിന്റെ പ്രതികരണത്തിൽ കണ്ടതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അറിയാതെ ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്ന നടപടികൾ ഉണ്ടാവില്ല. അതിനപ്പുറത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് ഇത്രയേറെ നാളായിട്ടും ഇപ്പോഴാണോ അത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ള ചോദ്യവും C. കൃഷ്ണകുമാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി നൽകണമെങ്കിൽ അത് ആരോപണം ഉന്നയിക്കുന്നവരാണ് നൽകേണ്ടത്. ആ ആരോപണത്തിൽ അന്വേഷണം നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണം നടത്തുന്നതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന നിലപാട് കൂടി ബി.ജെ.പി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ബി.ജെ.പിയെ സംബന്ധിച്ച ഈ കാര്യത്തിലില്ല എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കുകയാണ്. നേരത്തെ തന്നെ എൻ സുരേഷ് ബാബു ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ വിമർശനവുമായി ബി.ജെ.പി രംഗത്തേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എല്ലാം തന്നെ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും പരാതി നൽകി തുടർ അന്വേഷണത്തിലേക്കൊക്കെ CPM പോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയോ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. വിനീത. ശരി, ദീപക് മലയമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് വ്യാജ വോട്ടർ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളുടെ പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി എന്താണ് തുടർ നീക്കങ്ങൾ എന്ന് തന്നെയാണ് അറിയേണ്ടത്. വരും മണിക്കൂറുകളിലും പ്രധാന ചർച്ചാ വിഷയമാകും പാലക്കാട് ഇത് തന്നെ എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം.